ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം ഡയറി ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത്ര വലിയ ജേണലൊന്നല്ല. എങ്ങനെ ചെയ്യാൻ പറഞ്ഞുതരാം. ഇതെന്തിനാ ഇതൊക്കെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ പേപ്പറുകൾ കാണാൻ നല്ല രസമാട്ടോ. ഇതാണ് നമ്മൾ ജേണലിൽ അധികം യൂസ് ചെയ്യാറ് കണ്ടോ. ഇങ്ങനത്തെ. അപ്പോൾ അതിനാണ് ലൈറ്റർ. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ നിങ്ങളെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ്. കാണുന്നില്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ അല്ലേ, സോറി. ഓക്കെ, എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഒരു നോർമൽ പേപ്പർ ഇങ്ങനെ ചീന്തിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ തീപ്പെട്ടിയിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ക്ലിയർ ഇല്ല തോന്നുന്നു. എന്നിട്ടൊക്കെ ഞാൻ തുടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ തീപ്പെട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്താക്കിയിട്ട് വെട്ടം എടുത്തുക. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പൊടിയാവും. അതുകൊണ്ടാണ് അങ്ങനത്തെ ചെയ്യാത്തത്. അതുകൊണ്ടാണ് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതെങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെ കിട്ടുക അറിയോ. അപ്പോൾ ഇങ്ങനെ ആയിട്ട് കിട്ടും. കണ്ടോ, ബോർഡറൊക്കെ കണ്ടോ, ബോർഡറൊക്കെ ഇങ്ങനെ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല രസമാണ്. നമ്മൾ ചീന്തിപ്പോയൊരു ഏടിൻ്റെ ഇതുപോലെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ലൈറ്റ് എടുത്തിട്ട് സൈഡ് ഇങ്ങനെ നാക്കി കൊടുക്കുക. അപ്പോൾ അതിന് കത്തും. അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെട്ടുകൊണ്ടോ ഇങ്ങനെ എല്ലാവരും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവും. പൊടിയായിട്ടോ അല്ല പോട്ടെ. ഓക്കെ, നമുക്ക് ലൈറ്റ് എടുത്തേക്കാം. ലൈറ്റ് വേണ്ട, കാശില്ല, പേടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കേട്ടോ. എന്താ അപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മ വന്നാണ്, വേറെ പ്രശ്നമില്ല. ഇനി നമുക്ക് നമ്മളെ ബുക്ക് എടുക്കാം. ഇതിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഡയറിയാണ്, സൂപ്പർ ഡയറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇതൊരു ഗീവ് അവേ ഇടുന്നുണ്ട്. ഇതിൽ കുറേ സീക്രറ്റ്സ് ഉണ്ടാകുമെന്ന് ഞാൻ കാണിച്ചു തരില്ല. നമുക്കിപ്പോൾ ഞാൻ അങ്ങനത്തെ ചെയ്തത് എൻ്റെ ഫ്രണ്ട് തന്നത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫ്രണ്ട് തന്നത് ഞാൻ അതിങ്ങനെ ആയിട്ട് വെച്ചിട്ടാണ്. ജേണൽസൊക്കെ ചെയ്യാറുണ്ട് കണ്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒച്ചയാണ്. മഴ പെയ്തിക്കണതുകൊണ്ട് കേട്ടോ. പിന്നെ വേറെ ഒച്ച കണ്ടോ. ഇതിങ്ങനെ ഇങ്ങനെ എഴുതിയിട്ട് ഓൾ എഴുതി തന്നാണ് എനിക്ക്. അപ്പോൾ ഇതിന് നമുക്ക് വേണം, നമ്മൾ ഉണ്ടാക്കിയപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ കളർ എന്തെങ്കിലും കൊടുക്കാട്ട്. എന്നാലേ ഒരു പഴയ ലുക്ക് കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും എനിക്ക് എക്സാമിൻ്റെ ടൈം ടേബിളാണ് കേട്ടോ. അതൊക്കെ ഞാൻ ചീന്തി കളയും. ഓക്കെ, കാണണ്ട. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജേണൽ നോക്കി നോക്കിയാലോ. അപ്പോൾ കമ്മോൺ. ഓക്കെ, നമുക്ക് ജേണൽ ചെയ്തൊക്കാം. ഇനിയിപ്പോൾ ഇതാക്കാൻ വയ്യ കേട്ടോ. മറ്റേ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി കാണാണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഓക്കെ ഇതാ അപ്പോൾ നിങ്ങൾക്ക് കാണാണ്ടാവും, എനിക്കും കാണാണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ബുക്കിൽ ജേണൽ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ എപ്പോഴും ഈ പേജിലായിട്ട് എടുക്കാറ്. എന്താ അറിയില്ല, കഥ ഇഷ്ടം. ഈ പേജിൽ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് ഒട്ടിക്കട്ടോ. ഇതിൻ്റെ കുറേ പേപ്പേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വിടാം. ഓക്കെ, ഇത് നമുക്ക് അതിൽ കളർ കൊടുക്കണം കേട്ടോ. കളർ കൊടുത്തിട്ട് വാട്ടർ കളർ കൊടുക്കണതാണ് നല്ലത്. വാട്ടർ കളർ കൊടുക്കണതാണ് ബെറ്റർ. ഐ ഹാവ് നോ വാട്ടർ കളർ ആക്ച്വലി. വാട്ടർ കളർ കൊടുക്കണ ഇഷ്ടമില്ല അധികം, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാറുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലത്തിന് ക്രയോൺസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കണ ഇതിൽ ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. സാരില്ല, നമുക്ക് ഇതെടുക്കാം കേട്ടോ. ഇതാണ് ഒന്നുകൂടി വലുത് കണ്ടോ. ഇങ്ങനെ വെച്ച് രസം ഉണ്ടാവും. നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തോളൂ. വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്കെച്ച് വേണം, പെന്ന് വേണം, പെൻസിൽ വേണം, എറേസർ വേണം, പിന്നെ സ്കെയിൽ വേണം. അങ്ങനെ വേണം. പിന്നെ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് പോസ് ചെയ്ത് പോകരുത്, അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. കാണാല്ലേ ഒന്നോ എൻ്റെ ക്യാമറ. ഓക്കെ, കാണാണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് കളർ ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള ഗോൾഡാണ്. ലൈറ്റ് യെല്ലോ മതി. ഓ കൊതു കേട്ടോ, മഴ പെയ്തിട്ട് എന്തൊരു കൊതുക. ഓക്കെ, അപ്പോൾ കളർ ചെയ്ത് കൊടുക്കാം.
നല്ല രസമായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങളും ജസ്റ്റ് ചെയ്തൊക്കെ. നല്ല രസമുള്ളൊരു ജേർണലിസ്റ്റാണ്. ഞാൻ അവസാനത്തെ ഫൈനൽ ലുക്കൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ക്രയോൺ വെച്ചിട്ട് കളർ ചെയ്യാം. നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ ചെയ്തു വന്നോളൂ കേട്ടോ. അതിൽ നേരം ഒഴുകും, അതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ ഇതായിട്ടൊന്നും ചെയ്യണില്ല. കുറച്ചിങ്ങനെ പരന്ന പോലെയൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യണത്. നല്ലാണ്ട് ഇങ്ങനെ കാണാത്ത പോലെ ചെയ്യണതൊക്കെ ഇഷ്ടമല്ല. ഇങ്ങനെ പരത്തി ചെയ്യണം ഇഷ്ടം. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. എന്നാലും അത്യാവശ്യം കാണുന്നില്ല. ഓക്കെ, ഇതിൻ്റെ മേലെ മാർക്ക് എന്തെങ്കിലും വെച്ച് എഴുതണം കേട്ടോ, നല്ലത്. അപ്പം അങ്ങനത്തെ എഴുതാനൊന്നുമില്ല, അങ്ങനെ സ്പെഷ്യൽ ഡേ ഒന്നുമില്ല. വേണമെങ്കിൽ ഇതൊക്കെ എഴുതണം. പിന്നെ വേറെ കാര്യം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ്. എൻ്റെ സ്കൂൾ സെൻറ്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പട്ടാമ്പി അറിയുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്കിപ്പോൾ 1K അടിച്ചിരിക്കുകയാണ്. 1K തന്നെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അത്രയുള്ളൂ. കൊതുകുകളും ഞാൻ കാണിച്ചിട്ട് ഒന്നിങ്ങനെ പിടിച്ചാൽ തന്നെ കൊതുകുകൾ ഇങ്ങനെ വരും കേട്ടോ. അത്ര കൊതുകുകളുണ്ട്. എനിക്ക് ബി പോസിറ്റീവ് ബ്ലഡാണല്ലോ, പിന്നെ അതിന് കൊതുകൾക്ക് ഇത്ര ഇഷ്ടം. ഓക്കെ, നമ്മളെന്തായാലും കളർ എടുക്കലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കളറേ ഉണ്ടാവും. എറേസർ വെച്ച് വായിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ എറേസറാണ് കേട്ടോ. ഓക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറ് നമുക്ക് ഇവിടെ എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ചൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ വെച്ചിട്ട്. ഇതിലാണ് എൻ്റെ അലങ്കോല പരിപാടികളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. ഇതിനുള്ള അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇതിൽ ഗ്ലൂ ഉണ്ട് കേട്ടോ. ഗ്ലൂ നമുക്ക് എടുക്കാം. ഇതാട്ടോ, ഗ്ലൂവിൻ്റെ മൂടിയൊന്നുമില്ല. ദാറ്റ്സ് മൈ പോളിസി. പക്ഷെ വരുമോ എന്ന് തന്നെ അറിയില്ല കേട്ടോ. വരുന്നുണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ് എന്നിട്ട് മനസ്സിലാവും. വരും, ഫ്യൂ മിനിറ്റ്സ്. നിങ്ങളും പോയി പശ എടുത്തിട്ട് വരൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. പശ എടുക്കാനുള്ളവരൊക്കെ എടുത്തിട്ട് വരൂ, ഞാൻ എടുത്തിട്ട് വരട്ടാ. എൻ്റെ പശ എന്താ വരാത്ത പഠിച്ചോനെ. ഒരു മിനിറ്റ് പശ വരുത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ കേട്ടോ ഗൈസ്, എൻ്റെ പശ വരുന്നുണ്ട് കുഴപ്പമില്ലാതെ. നമുക്ക് പശ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ചില സൗണ്ട്സൊക്കെ വരും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാക്കൂൻ്റെ സൗണ്ട്സ് കേട്ടോ. ഒരു സിംഗർ പോലെയാണ്, എപ്പോഴും പാട്ട് പാടി കൊണ്ടാട്ടോ. കണ്ട ഷട്ടപ്പ്. ജേണൽ ചെയ്യണം തന്നെ കാക്കോ, യൂട്യൂബിലിടാനാ. ഞാൻ വോയിസൊന്നും കട്ട് ചെയ്യില്ല, ഇത് മതി. പശ കുറച്ചൊക്കെ ഇട്ട് വരുന്നു ഉണ്ടായിരിക്ക്. പശ കുറച്ചൊക്കെ ഇട്ട് വരുന്നുള്ളൂ. പക്ഷെ അധികമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ കുറേ ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് അതിൻ്റെ ഇതുകൊണ്ട് മാറി. ഓക്കെ, കുറച്ചൊക്കെ ഉണ്ട്, ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പശ അടുക്കലൊന്നും ചെയ്തില്ല, തുമ്പ തന്നെ മതിട്ടാ. നമുക്ക് പശ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്ലീൻ ആക്കണം ആദ്യം. ഓക്കെ, ഇനി ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പശ ചിലപ്പോൾ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മെല്ലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ആവും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ലോങ് വീഡിയോ എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ്. നിങ്ങളും ലോങ് വീഡിയോ കണ്ട് റെഡി ആണെങ്കിൽ കുഴപ്പമില്ല, ഫ്രീ ടൈം ആണെങ്കിൽ കുഴപ്പമില്ല. പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി പഠിച്ചോളൂ കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് കാണുന്നത് നല്ലതാണ്. എൻ്റെ സ്പീക്കിങ്സൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുക കേട്ടോ. മൈ ഗോഡ്, പശ സ്പ്രെഡായി. എന്താട്ടാ
അത്രക്കൊന്നുമില്ല, തള്ളല്ലേ. ഉണ്ടായിരിക്കും തന്നെ. എന്തായാലും കുറച്ച് കോളായിട്ടുണ്ട്, താഴത്തെ കുഴപ്പമില്ല. അതതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മെച്ച എന്തൊക്കെ പറയണൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ടിരിക്കും. ആ പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് പിങ്കും എല്ലാവരുടെയൊക്കെ പിങ്കിൻ്റെ മൂടിയും ലീക്കടിച്ച മൂടി ഇങ്ങനത്തെ ഇത് നമുക്ക് കളർ വരുന്നുണ്ട് നോക്കാം. വരുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ബോർഡർ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു കളർ ബോർഡർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ. സ്കെച്ച് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വല്ല സ്കെച്ച് എന്തെങ്കിലും വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ. ഒരു രസത്തിലാട്ടോ. ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ കാരണം ബിക്കോസ് ഇവിടെ കോളായി കുറച്ച് ഒരു ജസ്റ്റ് മിനിറ്റാണ്. കുഴപ്പമില്ല, സ്റ്റിക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കിക്കോളിട്ട. സ്റ്റിക്കറൊക്കെ വേണം. സ്റ്റിക്കറൊക്കെ പോയി വാങ്ങിച്ചോളൂ. ആദ്യം വീഡിയോ ഫുള്ള് കാണും, എന്നിട്ട് സ്റ്റിക്കറൊക്കെ വാങ്ങാൻ പോയിക്കോളെ. ഞാൻ കുറച്ച് പിങ്ക് കളർ വേണം. കുറച്ച് പിങ്ക് കളർ മുടിമെന്ന് അപ്ലൈ ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. മുടിമ പിങ്ക് കളറുണ്ടേ. പിങ്ക് കളർ വരൂല. മുടിമെന്ന് ഇങ്ങനെ പിങ്ക് കളർ എടുത്താൽ ഇടക്കൊക്കെ വരും, അത്രേ ഉള്ളൂ. പക്ഷേ കാണാൻ നല്ല രസമാട്ടോ. ഈ പിങ്കും ഇതും കൂടിയിട്ട് ഇങ്ങനെ കണ്ടോ, ഷൈനിങ് ഇല്ലേ, എന്നാണ് ഞാൻ പറഞ്ഞത്. കാണാൻ രസമുണ്ട്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് പിങ്ക് കാണാൻ രസമാട്ടോ. ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് പിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. ഇങ്ങനെ ലീക്കടിച്ച പോലത്തെ ഒന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാം എടുത്താൽ മതി കേട്ടോ. ഞാൻ രസത്തിന് എടുത്തുന്നുള്ളൂ. ഇനി നിങ്ങളൊരു ബ്ലാക്ക് പെൻ ഉണ്ടോ? ബ്ലാക്ക് പെൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡറിൽ നമ്മൾ ചെയ്തെടുത്ത് മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. രസം ഉണ്ടാവും കാണുമ്പോൾ. എൻ്റെ പിങ്കിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മതി. ഓക്കെ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നില്ലേ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യാം. തുമ്പത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് നിങ്ങളെല്ലാം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. മഷി അറിയില്ല, കുറച്ചൊക്കെ മഷി ഉണ്ട്. അപ്പോൾ നമുക്ക് മഷി ബ്ലാക്കിങ് ഉണ്ടെങ്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. വെറുതെ രസമാണ്, അത്രേ ഉള്ളൂ. പക്ഷേ പനയരുതിട്ടോ, പനഞ്ഞ് ഞാൻ കൂടി പെടും. കൊതുകുണ്ട് കേട്ടോ. ഇങ്ങനൊന്ന് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ബോർഡർ കൂടെ നമ്മൾ കത്തിച്ചതിൻ്റെ സൈഡിൽ കൂടെ കയറ്റി ചെയ്തെടുത്താലും മതി. കുറച്ചിങ്ങനെ കുറുകുറിയായ പോലെ ആവണം. മേ ബി ഇങ്ങനെ കുത്തൊക്കെ ആയിട്ട് പോലെ. ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ രസമില്ലേ കാണാൻ? ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കുക. ഇവിടെ സ്റ്റിക്കർ ഒന്ന് ഒട്ടിക്കും എന്തായാലും, നല്ല രസം ഉണ്ടാവുള്ളൂ കാണാൻ. സ്റ്റിക്കർ എന്നൊന്നും പറയാൻ മാത്രമല്ല, സ്റ്റിക്കർ ഇന്ത്യയിൽ ഇല്ല. നെയിം സ്ലിപ്പാണ് ഇന്ത്യയിലുള്ളത്. ഇങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്സ് ഉണ്ട് കാണാനല്ലേ. ഓക്കെ, ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ തുമ്പത്തിൽ യൂണിക്കോണിൻ്റെ സ്റ്റിക്കറുള്ളതാണ്. അത് ഞാൻ വെട്ടിയെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളൊന്നും എടുക്കണില്ല, അതിലേക്ക് ഇഷ്ടപ്പെട്ട പോലെ തോന്നി ഇതൊന്നും എടുക്കണം എന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ എടുക്കും. പിന്നെ വേറെ ഏതെങ്കിലും എടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ സ്റ്റിക്കറുകളൊന്നും വാങ്ങിച്ചിട്ട് പൈസ കേട്ടെത്തിയിട്ടില്ല. ഇന്ത്യയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ. നമുക്കിത് ജസ്റ്റ് എടുക്കണം, നോക്കാം. എന്തായാലും നമുക്ക് മുറിച്ച് നോക്കാം കേട്ടോ. ഓക്കെ കേട്ടോ, ഞാൻ മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇവിടെ കൂടെ എങ്കിലൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് കട്ട്. പിന്നെ നമുക്കിത് ഇന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെയിം സ്ലിപ്പിൻ്റെ അവിടെ നിന്ന് എടുത്താൽ അറിയാതെ വല്ലാണ്ടൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തുമ്പും കൂടി ഇങ്ങനെ പിക്ചർ മാത്രം എടുക്കട്ടെ.
പിക്ചറായി മാത്രം എടുക്കുക കേട്ടോ. ഇത് ഞാനപ്പോൾ ഇതിങ്ങനെ വേറെടുത്തിട്ടുണ്ട് സ്റ്റിക്കർ. ഇതാ കേട്ടോ. ഇനി നമുക്കിത് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതോട്ടെ നമ്മളപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഠിക്കാൻ പറഞ്ഞിട്ട് സ്വയം തരുന്നില്ല. കുഴപ്പമില്ല, പഠിക്കണം, അത്രേ ഉള്ളൂ. ഇതാട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പക്ഷെ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കണില്ല. വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ബോർഡർ പോലെ എന്തെങ്കിലും വേണ്ട. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരച്ചെടുക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുഞ്ഞതാക്കി വെച്ചിരിക്കണം. അപ്പോൾ ടോപ്പിക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുത്താലോ? ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒരു ടോപ്പിക്ക് എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിന് വേണ്ടിയിട്ട് പശ എടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. കിട്ടോ ടോപ്പിക്കിന് വേണ്ടിയിട്ട് കുറച്ച് പശ ഇട്ട് കൊടുക്കാം. അയ്യോ, പശ കിട്ടിയില്ല. വരുന്നുണ്ട്. വേണ്ട, ഇതാട്ടോ. അപ്പം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, പശ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കാം. ഇതിന് നമ്മളെ ഹാൻഡ് തന്നെ കേട്ടോ. നമ്മളുടെ ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്, ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എന്തെങ്കിലും ടോപ്പിക്ക് എഴുതിയിട്ട് എൻ്റെ താഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ.